സാമ്പത്തിക അച്ചടക്കം എന്നത് പൂർണ്ണമായി തകർന്നിരിക്കുന്നു എന്ന നിലയിലുള്ളൊരു നിരീക്ഷണമാണ് കേന്ദ്രത്തിൻ്റെ ഭാഗത്തു നിന്ന് അല്ലെങ്കിൽ കോടതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത്. ഇനി അതിന് പരിഹാരം എന്താണ്? അതാണല്ലോ രോഹിണി ചോദിച്ച ഒരു ചോദ്യം. എന്താണ് കേരള സർക്കാരിൻ്റെ അല്ലെങ്കിൽ കേരളത്തിൻ്റെ ഒരു പൊതുസമൂഹം എങ്ങനെയാണ് അതിനെ കാണേണ്ടത്? സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും മാന്ത്രിക ഫോർമുല ഉണ്ടോ? ഇവിടെ കഴിഞ്ഞ ബജറ്റ് അവതരിപ്പിച്ചപ്പോൾ ഈ ബുദ്ധിമുട്ടുകളെല്ലാം എണ്ണി പറഞ്ഞുകൊണ്ട് ധനമന്ത്രി ശ്രീ ബാലഗോപാൽ പറഞ്ഞ ഒരു പ്ലാൻ ബി ഉണ്ട്. പ്ലാൻ എ എന്നത് കടമെടുപ്പ് പരിധി കൂട്ടുക, കേന്ദ്രവിഹിതം ചോദിച്ചു വാങ്ങുക, അതൊക്കെ സാധിച്ചെങ്കിൽ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കാം. പക്ഷേ അത് സാധിക്കില്ല എന്ന് ഇപ്പോൾ ഏതാണ്ട് ഉറപ്പായ സ്ഥിതിക്ക് പ്ലാൻ ബി ആണുള്ളത്. ഇനി നേരെ പോ എന്ന രീതിയിൽ ഒന്ന് നോക്കിയാൽ പ്ലാൻ ബി എന്താണ്? ഇവിടെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുക, വരുമാനം കൂട്ടുക. കാലാകാലങ്ങളിൽ എന്താണ് ചെയ്തിരുന്നത്? ഇവിടെ ഒരു ഇല്യൂഷണറി വേൾഡ് സൃഷ്ടിക്കുകയാണ്. മാറി മാറി ഭരിച്ച സർക്കാരുകൾ, പ്രത്യേകിച്ചും ഇടതുപക്ഷ സർക്കാരുകൾ എപ്പോഴെല്ലാം ഭരിച്ചിട്ടുണ്ടോ അപ്പോഴെല്ലാം ഒരു വലിയ ഒരു മായാലോകം സൃഷ്ടിക്കുകയാണ്. ഇത് കേരള മാതൃക വികസനമാണ്. ആരോഗ്യരംഗത്ത് വലിയ കുതിച്ചുചാട്ടം നമ്മൾ നേടിയിരിക്കുന്നു. യൂറോപ്യൻ നിലവാരത്തിലുള്ള ഡിസ്പെൻസറികളും ഹോസ്പിറ്റലും പെർ ക്യാപിറ്റ ഹെൽത്ത് റീച്ച് യൂറോപ്യൻ നിലവാരത്തിലെത്തിയിരിക്കുന്നു. അതുപോലെ ആയുർദൈർഘ്യം ഈ വികസിത രാജ്യങ്ങളുടെ സമാനമായ ആയുർദൈർഘ്യം നേടിയിരിക്കുന്നു. 100% ലിറ്ററസി സാക്ഷരത നേടിയിരിക്കുന്നു. അപ്പോൾ എല്ലാ പാരാമീറ്റേഴ്സും വെച്ചുകൊണ്ട് കേരള മാതൃകയിൽ അഭിരമിച്ചിരിക്കുകയായിരുന്നു. പക്ഷെ വളരെയധികം ആർട്ടിഫിഷ്യലായി സൃഷ്ടിച്ചെടുത്ത ഒരു നറേറ്റീവും കൂടെ ഇതിനോടൊപ്പം തന്നെ നമ്മൾ കാണാതെ പോകരുത്. ഇവിടെ ഹെവി ഇൻഡസ്ട്രീസ് എന്നത് ഇല്ല എന്ന് ഓർക്കണം. ഇവിടെ പ്രൈമറി സെക്ടറായ അഗ്രികൾച്ചർ നാൾക്ക് നാൾ പുറകോട്ടാണ്. ഇവിടെ ആകെപ്പാടെ വളരുന്നത് ടെർഷറി സെക്ടറാണ്, ഒരു സർവീസ് സെക്ടറാണ്. ആ സർവീസ് സെക്ടറിൽ തന്നെ ആരോഗ്യവും വിദ്യാഭ്യാസവും മാത്രമാണ് വളരുന്നത്. ടൂറിസം വളരേണ്ടതാണ്. ആരോഗ്യവും വിദ്യാഭ്യാസവും സ്വകാര്യ മേഖലയിലെ സ്കൂളുകളും കലാലയങ്ങളും സ്വാശ്രയ മെഡിക്കൽ എഞ്ചിനീയറിംഗ് കോളേജുകളും എല്ലാം വരുമ്പോൾ വലിയ തോതിൽ ഹ്യൂമൻ റിസോഴ്സിനെ സൃഷ്ടിക്കുകയാണ്. ടെക്നിക്കലി ആൻഡ് പ്രൊഫഷണലി എക്യുപ്ഡ് ഹ്യൂമൻ റിസോഴ്സ്, മനുഷ്യ വിഭവത്തെ തേച്ചു മിനുക്കിയെടുക്കുകയാണ്. ആ മിനുക്കിയെടുക്കുന്ന മനുഷ്യ വിഭവത്തെ വിദേശത്തേക്ക് വിട്ടുകൊണ്ട് വിദേശ നാണ്യം നേടിക്കൊണ്ട് ഗൾഫിലേക്കാണ് പോകുന്നതെങ്കിൽ തീർച്ചയായിട്ടും വിദേശ നാണ്യം ഇവിടെ വരും. അവിടെ പൗരത്വം എടുക്കാനാവാത്തത് കൊണ്ട് അവർ സമ്പാദിക്കുന്ന തുക നാട്ടിലേക്ക് അയച്ചാൽ ഇവിടെ വിദേശ നാണ്യം വരികയാണ്. ആ വിദേശത്തു നിന്ന് വരുന്ന റെമിറ്റൻസ് കൊണ്ട് ഇവിടെ ഉണ്ടാകുന്ന ഒരു പുരോഗതി ഇതൊരു ആർട്ടിഫിഷ്യലാണ്. ഇതിനെ ഒരു തനത് വികസനമെന്ന് പറയാനാവില്ല. അങ്ങനെ വരുന്ന അപ്പോൾ അവിടെ ദാരിദ്ര്യ നിർമ്മാർജ്ജനം എന്ന് പറയുന്ന ഒരു വലിയ വിഭാഗം ആളുകൾ ഇതിൻ്റെ ബെനിഫിഷ്യറി ആയിട്ട് വരുമ്പോൾ, അല്ലെങ്കിൽ ഫ്രഞ്ച് ബെനിഫിറ്റോടുകൂടി വലിയൊരു വിഭാഗത്തിന് ചെറുകിട കടക്കാരായിരിക്കൊള്ളട്ടെ, ചെറിയ മേസ്ത്രി, ആശാരി, നിർമ്മാണ മേഖലയിൽ വർക്ക് ചെയ്യുന്നവർ, ഇവർക്കെല്ലാം അതിൻ്റെ ബെനിഫിറ്റ് കിട്ടുമ്പോൾ യഥാർത്ഥത്തിൽ അത് വരുന്ന വഴി എന്താണ്? ഇങ്ങനെയല്ല യഥാർത്ഥത്തിൽ ഒരു ഇക്കോണമി കെട്ടിപ്പടുക്കേണ്ടത്. യഥാർത്ഥത്തിൽ വേണ്ടത് ഇവിടെ ഉൽപ്പാദനം ഉണ്ടാകണം, വ്യാവസായിക ഉൽപ്പാദനം ഉണ്ടാകണം, കാർഷിക ഉൽപ്പാദനം ഉണ്ടാകണം, തൊഴിൽ ജനറേറ്റ് ചെയ്യപ്പെടണം, ഇൻകം ഉണ്ടാകണം, തനത് വരുമാനം ഉണ്ടാകണം, തനത് നികുതി വരുമാനം ഉണ്ടാകണം. ഇതൊന്നുമില്ലാതെ കടത്തെ ആശ്രയിക്കുന്ന ഒരു മായാ പ്രപഞ്ചം, എന്നിട്ട് വലിയ തോതിൽ മുദ്രാവാക്യങ്ങളും വളരെ ക്യാച്ചിയായ പാട്ടുകളുമെല്ലാം നമ്മൾ കൊയ്യും വയലെല്ലാം നമ്മുടേതാകും പൈങ്കിളിയെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഉദ്ദീപിപ്പിക്കാൻ ഒക്കുന്ന രീതിയിൽ പറയുകയും, എന്നാൽ യഥാർത്ഥത്തിൽ കാര്യങ്ങളിലേക്ക് വരുമ്പോൾ വലിയ തോതിൽ ആളുകൾ അസംതൃപ്തരാണ്. അവർ ആ അസംതൃപ്തി മറച്ചു വയ്ക്കാനായി ഒരു വലിയ വിഭാഗം ആളുകൾക്ക് ഞങ്ങൾ ക്ഷേമ പെൻഷൻ കൊടുക്കുന്നുണ്ട് എന്ന ഒരു കണക്ക് ബോധിപ്പിക്കുകയാണ്. ഇപ്പോൾ കഴിഞ്ഞ 6 മാസമായി ക്ഷേമ പെൻഷൻ മുടക്കിയിരിക്കുന്നു. നമ്മൾ പെൻഷൻ്റെ കാര്യം പറഞ്ഞു. ഈ പെൻഷൻ എന്ന് പറയുന്ന സർക്കാർ ജീവനക്കാരുടെ പെൻഷൻ അല്ല, റിട്ടയർ ചെയ്ത ആളുകളുടെ പെൻഷൻ അല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. ക്ഷേമ പെൻഷൻ കൊടുക്കാം. അതൊരു വലിയ തിരഞ്ഞെടുപ്പ് വോട്ട് നേടുന്ന ഒരു കാര്യം കൂടിയാണ്. ഈ കിറ്റും ക്ഷേമ പെൻഷനും ഒക്കെ തന്നെയാണല്ലോ യഥാർത്ഥത്തിൽ ഭരണത്തിലെത്താൻ വേണ്ടി ഒരു പാർട്ടിയെ സഹായിക്കുന്ന, ഒരു മുന്നണിയെ സഹായിക്കുന്നത്. അത് ഇപ്പോൾ നിന്ന് പോയത് കൊണ്ട് ഉറപ്പായും പറയാം, ഏപ്രിൽ 1 ഇന്ന് തുടങ്ങുന്ന മാസം തീർച്ചയായും ക്ഷേമ പെൻഷൻ കിട്ടും. കുടിശ്ശികയെല്ലാം കിട്ടില്ലെങ്കിലും ഈ മാസത്തേത് കിട്ടും. അത് മാത്രമല്ല DA 2 ഗഡു വർദ്ധിപ്പിച്ചത് ലഭിക്കും. തൽക്കാലത്തേക്ക് ഇരുട്ടുകൊണ്ട് ഓട്ടയടയ്ക്കാമെന്നല്ലാതെ ശാശ്വത പരിഹാരത്തിലേക്കല്ല നീങ്ങുന്നത്.